ബദരീങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ മഹാൻ അഫ്ദലുന്നാസി ബഅദൽ അംബിയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംബിയാക്കൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും വലിയ മഹാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഓരോ നബിമാർക്കും അനുയായികളുണ്ട്. ഇബ്രാഹിം നബിക്ക് അനുയായികളുണ്ട്, നൂഹ് നബിക്ക് അനുയായികളുണ്ട്, ഈസാ നബിക്ക് അനുയായികളുണ്ട്. ലോകത്തുള്ള എല്ലാ നബിമാർക്കും അനുയായികളുണ്ട്. ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കൾക്കും അനുയായികളുണ്ട്. എന്നാൽ അമ്പിയാക്കൾക്ക് ശേഷം ലോകത്തെ ഏറ്റവും അഫ്ദലായ ആളാരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഅ്ളമന്നാസി അലൈനാ അബൂബക്കർ. ജനങ്ങളിൽ വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും എനിക്ക് ബഹുമാനമുള്ള ആളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സവ്വജ്നി ബിനതഹു, അവിടുത്തെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. വഇന്ന ഖൈറൽ മുസ്ലിമീന മഅലൻ അബൂബക്കർ, എനിക്കേറ്റവും ഉപകാരപ്പെട്ട മുസ്ലിമീങ്ങളിൽ വെച്ച് എനിക്കേറ്റവും ഉപകാരപ്പെട്ട മുതല് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുതലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഅതക ബിലാലൻ വഹമലനി ഇലാ ദാരിൽ ഹിജ്റ. അവിടുത്തെ മുതല്, അവിടുത്തെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ചു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശത്രുക്കൾ വെച്ച നിബന്ധന, ബിലാലെ നീ വിശ്വസിക്കുന്ന മതമുണ്ടല്ലോ, ആ മതത്തിൽ നിന്ന് മാറിത്തന്നാൽ മതി. മുഹമ്മദിനെ കുറിച്ചുള്ള വിശ്വാസമുണ്ടല്ലോ, അതൊന്ന് തിരുത്തി പറഞ്ഞാൽ മതി. ഈ മദീനയിൽ നീ, മക്കയിൽ നീ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. സമ്പത്ത് വേണോ? സമ്പത്ത് തരാം ബിലാലെ. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണ് വേണോ? കറുത്തിരുണ്ട നിനക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം ബിലാലെ. നീ ആവശ്യപ്പെടുന്നത് എന്തുണ്ടോ അതൊക്കെ ഞാൻ തരാം ബിലാലെ. പ്രലോഭനങ്ങൾ അഴിച്ചുവിടുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ. പക്ഷേ ഉറച്ച വിശ്വാസം ബിലാൽ തങ്ങളെ ഒരിക്കലും വ്യതിചലിപ്പിച്ചില്ല. പിന്നീട് ക്രൂരമായ പീഡനങ്ങൾ എഴുതിവിടുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പാറക്കഷ്ണങ്ങൾ എടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലൂടെ ഇട്ട് ഉരുട്ടുകയാണ്. ഈ ഭീകരമായ ദൃശ്യം കണ്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പണം കൊടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. പലരെയും സ്വഹാബത്ത് മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബിലാൽ തങ്ങളുടെ മോചനം എന്ന് പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു നിർണായകമായ നായികക്കല്ലാണ്. അതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എടുത്തു പറഞ്ഞു, ഇന്ന ഖൈറൽ മുസ്ലിമീന മാലൻ അബൂബക്കർ. എന്നിട്ട് എടുത്തു പറയാണ്, അഅതക ബിലാൽ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ബിലാൽ തങ്ങളെ മോചിപ്പിച്ച മഹാനാണ്.
മഹാന്മാരായ സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശുദ്ധ ഇസ്ലാമിലെ നിർണായകമായ ചരിത്രമാണ്. തുല്യതയില്ലാത്ത മഹബത്തിന്റെ ചരിത്രമാണ്. ലോകത്ത് അങ്ങനെ ഒരു മഹബത്തിന്റെ ചരിത്രം വേറെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരനുയായി ഒരു നേതാവിനെ അത്രമാത്രം മഹബത്ത് വെച്ചൊരു ചരിത്രം ലോക ചരിത്രത്തിൽ കടന്നു പോയിട്ടില്ല. ആ ചരിത്രത്തെക്കുറിച്ച് ഹബീബായ മുത്തുനബി തങ്ങളോടുകൂടെയുള്ള ആ ഹിജ്റയെക്കുറിച്ച്, യാത്രയെക്കുറിച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് സ്വഹാബത്ത് ആകാംക്ഷയോടെ ചോദിക്കുമായിരുന്നു. മദീനയിൽ വെച്ചുകൊണ്ട്, മദീന പരിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലായപ്പോൾ പിൽക്കാലത്ത് വന്ന സ്വഹാബത്ത് ആ ചരിത്രം ചോദിക്കും. ഒരു വാഹനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മേടിച്ചു ഒരു സ്വഹാബിയിൽ നിന്ന്. ആ വാഹനം ഒന്ന് എൻ്റെ വീട്ടിലെത്തിക്കാൻ ഈ ജോലിക്കാരനെ ഒന്ന് വിട്ടുതരണമെന്ന് പറഞ്ഞു. ജോലിക്കാരനെ ഞാൻ വിട്ടുതരാം, പക്ഷേ നിങ്ങളും ഹബീബായ മുത്തുനബി തങ്ങളും പോയൊരു ഹിജ്റയുണ്ടല്ലോ, ആ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ? മഹാന്മാരായ സ്വഹാബത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വലിയ ബഹുമാനാണ്, വലിയ ആദരവാണ്. ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, അവിടുത്തെ ജീവിതത്തിൽ ഒരു നിർണായകമായ ഒരു നിമിഷമുണ്ടല്ലോ, ആ നിമിഷമൊന്ന് എനിക്ക് തരുമോ? ഏതാണ് ആ നിമിഷമെന്നറിയുമോ? ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹബീബായ മുത്തുനബി തങ്ങളും സഞ്ചരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളൊന്ന് മുന്നിലേക്ക് പോകുന്നു, വെപ്രാളപ്പെട്ട് പിറകോട്ട് മോടുന്നു. ഹബീബായ മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല സിദ്ദീഖോരെ, എന്തിനാണ് മുന്നോട്ട് പായുന്നത്, പിന്നീടൊന്ന് പിറകോട്ട് പായുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങളെന്ന ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട മുഹിബിന്റെ മറുപടി, നബിയേ, അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ പോകുന്നത്, അങ്ങയുടെ മുന്നിലുള്ള വഴിയിലെങ്ങാനും വല്ല മുള്ളോ ജന്തുക്കളോ ഉണ്ടെങ്കിൽ അതെങ്ങാനും അവിടുത്തെ ശരീരത്തിലെങ്ങാനും സ്പർശിച്ചു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ സിദ്ദീഖുൽ അക്ബർ മറുപടി പറയണ്ടേ നബിയേ? അപ്പൊ ശത്രുക്കളെ നോക്കാം, അപ്പൊ ഇഴജന്തുക്കളെ, അങ്ങയുടെ കാലിൽ തറക്കാൻ സാധ്യതയുള്ള മറ്റ് തടസ്സങ്ങളെ നോക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നത്. ഹബീബായ മുത്തുനബി തങ്ങൾ സിദ്ദീഖോരെ മുഖത്ത് നോക്കുകയാണ്. എന്തിനാണ് സിദ്ദീഖോരെ പിറകോട്ട് പോകുന്നത്? അവിടുന്ന് മറുപടി വന്നു, ശത്രുക്കളെങ്ങാനും വിദൂരത്ത് നിന്ന് അങ്ങയെ ആക്രമിക്കാൻ വരുന്നുള്ളത് ഞാൻ നോക്കിക്കാണുകയാണ് നബിയെ. ശത്രുക്കളെ വീക്ഷിക്കുകയാണ്. ഈ സിദ്ദീഖിന്റെ അശ്രദ്ധ കൊണ്ട് അങ്ങയെ ശത്രുക്കളെങ്ങാനും ആക്രമിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടേ നബിയേ? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വല്ലാത്തൊരു യാത്രയാണത്. കുറച്ചങ്ങ് യാത്ര ചെയ്തപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ ക്ഷീണിച്ചു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിദ്ദീഖുൽ അക്ബർ അതാ രണ്ട് കൈകളിലും താങ്ങിയെടുത്തിട്ട് തോളിൽ വെക്കുകയാണ്. തോളിൽ വെച്ച് മരുഭൂമിയിലൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടന്ന് നീങ്ങി. ഈ നബി തങ്ങളെ തോളിലേറ്റി നടന്ന മഹാനാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ആ സമയമൊന്ന് എനിക്ക് തരുമോ എന്നാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ദാഹിച്ച് ക്ഷീണിച്ച് പരവശനായി ഹബീബായ മുത്തുനബി തങ്ങൾ കുറനേരിന് വേണ്ടി സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മരുഭൂമിയിൽ ഇങ്ങനെ തിരയുകയാണ്. ഒരു പാറക്കെട്ട് കണ്ടപ്പോൾ അതിന്റെ താഴ്ഭാഗത്തേക്ക് പോയി ഹബീബായ മുത്തുനബി തങ്ങൾക്ക് വിരിപ്പ് വിരിച്ചു കൊടുത്ത് അവിടെ അങ്ങ് കിടത്തിയുറക്കി. ക്ഷീണിച്ച് നബി തങ്ങളെ ഏറ്റി നടന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉറങ്ങിയില്ല. നാല് ഭാഗവും പാറക്കെട്ട്
മുട്ടിന്റെ മുകളിൽ നോക്കി നിന്നു. എവിടെയാണ് ഒരു തുള്ളി വെള്ളം ഹബീബായ മുത്തുനബികൾ കുടിക്കാൻ കൊടുക്കുക? ഒരാട്ടിടേനെ കാണുന്നു, പാല് മേടിക്കുന്നു, അള്ളാന്റെ ഹബീബിന് അത് കൊടുക്കുന്നു. ആ പാലെടുത്തിട്ട് മുത്തുനബിയുടെ കാലിന്റെ ചുവട്ടിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. വല്ലാത്തൊരദബിന്റെ നിൽപ്പാണത്, മഹബത്തിന്റെ നിൽപ്പാണ്. ഹബീബായ മുത്തുനബി തങ്ങളെ ഉറക്കെങ്ങാനും ശല്യപ്പെട്ടാലോ, ക്ഷീണിച്ചുറങ്ങുകയാണല്ലോ ഹബീബായ മുത്തുനബി. ഫസ്തൈഖദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉണരുന്നത് വരെ അവിടെ നിന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ശത്രുക്കളതാ ഗുഹയുടെ ചുറ്റുഭാഗത്തും എത്തിയപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അല്ല ഹബീബായ മുത്തുനബിയെ, ശത്രുക്കളിതാ നമ്മുടെ ഗുഹയുടെ സമീപത്ത് വന്നിട്ടുണ്ട് നബിയേ. ഹബീബായ മുത്തുനബി തങ്ങളെ മറുപടി വന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖേ, സങ്കടപ്പെടേണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ബുർദയുടെ ഒരു ശറഹിൽ കാണാം, ഈ ഗുഹയുടെ മറ്റൊരു ഭാഗത്തേക്ക് ഹബീബായ മുത്തുനബി തങ്ങൾ അവിടുത്തെ വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ നമ്മൾ ഈ കാണുന്ന സമുദ്രമുണ്ടല്ലോ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു സമുദ്രം കാണുന്നു. അതിന്റെ വക്കത്തതാ, അതിന്റെ സമുദ്രത്തിന്റെ കരഭാഗത്തതാ ഒരു കപ്പൽ കിടക്കുന്നു. അവരിതിലേ വന്നാൽ നമ്മൾ ഈ കപ്പലിൽ അങ്ങ് കയറിപ്പോകും. സിദ്ദീഖേ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ്. ഈ യാത്രയെ കുറിച്ചാണ് മഹാന്മാരായ സ്വഹാബത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ചോദിക്കാറുള്ളത്. മഹാന്മാരായ സ്വഹാബത്തും ഒരു സ്വഹാബിയും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ, പ്രശ്നം എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായൊരു വിഷമം വന്നപ്പോൾ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് നബി തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖോരെ ഒരാളും വിഷമിപ്പിച്ച് കളയരുത്. കാരണം ഞാൻ അല്ലാഹുവിന്റെ ദീനുമായി വന്നപ്പോൾ എല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എന്നെ വാസ്തവമാക്കിയവരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അവിടുത്തെ മുതലൊക്കെ എനിക്ക് സമർപ്പിച്ചവരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അവിടുത്തെ പൊന്നാര മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നവരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. അതുകൊണ്ട് ഒരു സ്വഹാബത്തും ഒരാളും സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വിഷമിപ്പിച്ചു പോകരുത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അവിടുന്ന് ജനിച്ച മാസം, അവിടുത്തെ ആണ്ടിന്റെ മാസമാണിത്. അവിടുത്തെ പേരിൽ ഫാത്തിഹ അധികരിപ്പിക്കുക, അവിടുത്തെ പേരിൽ നമ്മൾ ഫാത്തിഹ ചെയ്ത് ദുആ ചെയ്യുക. ഹബീബായ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അത്. ഒന്ന് ഖദീജ ബീവിയുടെ പേരിലുള്ള ഫാത്തിഹ, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരിലുള്ള ഫാത്തിഹ. രണ്ടാളും മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഈ രണ്ട് മഹാന്മാരെ പേരിൽ, ഒന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരിൽ ഫാത്തിഹ പതിവാക്കിക്കോ. മറ്റൊന്ന് അവിടുത്തെ പുന്നാര ഭാര്യയായ മുത്തുനബി തങ്ങളുടെ എല്ലാമായ ഖദീജ ഉമ്മയുടെ പേരിൽ ഫാത്തിഹ ഓതിക്കോ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നമുക്ക് വലിയ ഫത്ഹ് തരുമാറാവട്ടെ.